വെങ്ങാനൂരിലെ മഹാരാജിൻ്റെ വീട്. 2023 ജൂലൈ 10 കേരളം ശ്വാസം പിടിച്ചിരുന്ന് കണ്ട ഒരു ദുരന്ത വാർത്തയുണ്ട്. കിണർ പണിക്കിടെ മണ്ണിടിഞ്ഞു വീണ് അപകടത്തിൽപ്പെട്ട് 50 മണിക്കൂർ കുടുങ്ങിക്കിടന്ന് മരണമടഞ്ഞ തൊഴിലാളി മഹാരാജ്. ഇത് മഹാരാജിൻ്റെ ഭാര്യയും 2 പെൺമക്കളും. ഇവരുടെ ഏക അത്താണിയായിരുന്നു മഹാരാജ്. ഈ ജപ്തിയൊക്കെ മാറ്റി തരാം, വീടിൻ്റെ കടബാധ്യതയൊക്കെ എഴുതി തള്ളാന്നൊക്കെയാണ് പറഞ്ഞത്. ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ വഴിയൊക്കെ ശരിയാക്കി തരാമെന്ന് പറഞ്ഞതാണ്. അച്ഛൻ മറ്റു സമയത്ത് പറഞ്ഞതാണ് എല്ലാവരും. കുത്തനെയുള്ള ഈ ഒറ്റയടി വഴിയിലൂടെ വേണം മഹാരാജിൻ്റെ വീട്ടിലേക്ക് എത്താൻ. മരണം അന്വേഷിച്ചെത്തിയ മന്ത്രി വി ശിവൻകുട്ടിക്ക് ഈ വഴിയിലൂടെ വരുന്നതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലായതാണ്. ഈ വഴി ശരിയാക്കി കൊടുക്കുമെന്ന് പറഞ്ഞു. മഹാരാജിൻ്റെ കുടുംബത്തിൻ്റെ കടബാധ്യത സർക്കാർ എഴുതി തള്ളുമെന്ന് പറഞ്ഞു. 2.5 വർഷത്തിനപ്പുറവും ഈ കുടുംബത്തിൻ്റെ അവസ്ഥ എന്താണ്? പിന്നെ അതിനുശേഷം ആരും വന്നിട്ടില്ല. എല്ലാവരും ഉണ്ടായിരിക്കും, നിങ്ങൾ പേടിക്കേണ്ടെന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം എന്തൊരു ആ സമയത്ത് മാത്രം ഉണ്ടായിരുന്നു. 2 വർഷം 3 മാസം കഴിഞ്ഞു. അച്ഛനാണ് ഈ കുടുംബം നോക്കിയത്, അച്ഛൻ തന്നെയാണ്. പിന്നെ കിണർ ജോലിക്ക് പോയും സെപ്റ്റി ടാങ്കും എല്ലാം ചെയ്ത് അച്ഛൻ തന്നെയാണ് ഞങ്ങളെ 3 പേരെ നോക്കിയത്. ഈ വീട് കംപ്ലീറ്റും പൂർത്തിയാക്കിയത് അച്ഛൻ തന്നെയാണ്. പിന്നെ അച്ഛൻ മറ്റു സമയത്ത് ഈ നമുക്ക് ലോൺ ഉണ്ടായിരുന്നു, 2 ലക്ഷം രൂപ ലോണ്. അതവർ എഴുതി തള്ളാന്ന് മന്ത്രിമാർ നമുക്ക് വാക്ക് തന്നതാണ്. പക്ഷേ ആ സമയത്ത് അവർ പറഞ്ഞതല്ലാണ്ട് നമുക്ക് വേറെ ഒരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല. ശിവൻകുട്ടി സാറിനൊപ്പം ഞങ്ങൾ കണ്ടായിരുന്നു, പിന്നെ വാസർ മന്ത്രി അവരെയും ചെന്ന് കണ്ടായിരുന്നു. 2 ലക്ഷം രൂപ ഞങ്ങൾ എടുത്തത്, അതിന് പലിശയൊക്കെ ഇട്ട് ഇപ്പം 4 അടുപ്പിച്ചായിട്ടുണ്ട്. ബാങ്കിൽ ചെല്ലുമ്പോൾ അവർ ഞങ്ങളുടെ അടുത്ത് പറയണമെന്ന് വെച്ചാൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അമ്മയുടെ പേരിലെ ലോൺ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അച്ഛൻ്റെ പേരിലാണെങ്കിൽ മാത്രമേ നമുക്കിത് എഴുതി തള്ളാൻ പറ്റൂ എന്ന് മാത്രമാണ് അവർ പറയുന്നത്. ഇപ്പം അമ്മയാണ് ജോലിക്ക് പോകുന്നത്, വീട്ടു ജോലിക്കാണ്. പിന്നെ അനിയത്തി, അവൾക്കൊരു ജോലി നൽകാമെന്നും മന്ത്രിയൊക്കെ പറഞ്ഞതാണ്. അതിലും ഒന്നും ഉണ്ടായിട്ടില്ല. ഏകദേശം നമ്മൾ അടച്ചു. കൊറോണ ടൈം ആയപ്പോൾ ഞങ്ങൾക്ക് അടയ്ക്കാൻ പറ്റില്ല. അത് അച്ഛനൊരു ചെറിയ കടയുണ്ടായിരുന്നു, തട്ടുകട. അപ്പം അത് കൊറോണ ടൈമായി നമുക്കത് മൂടേണ്ടി വന്നു. പിന്നെ ഈ അച്ഛൻ ജോലിക്ക് പോയ സമയത്താണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു അപകടം. അത് ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചത് പോലും ഇല്ല. അതിനുശേഷമാണ് പിന്നെ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ സത്യം പറഞ്ഞ കുടുംബം. ഈ വീടിപ്പം കഴിഞ്ഞ ആഴ്ചയിലും കൂടെ നമുക്ക് ബാങ്കിൽ നിന്ന് നോട്ടീസ് വന്നായിരുന്നു, എത്രയും പെട്ടെന്ന് അടയ്ക്കാൻ പറ്റണം, ഇല്ലെങ്കിൽ നമുക്ക് ജപ്തി ചെയ്യുമെന്നാണ് പറയുന്നത്. നമ്മളെ കൊണ്ട് കഴിയുന്നത് അത്രയും ശ്രമിക്കുന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. നമ്മളെ കയ്യിൽ നിന്നിട്ട് അടയ്ക്കാനാണെങ്കിൽ ഞങ്ങളിൽ ഇല്ലാത്തത് കൊണ്ടാണ്. ഇവിടെയാണ് ഞങ്ങൾ ആദ്യം താമസിച്ചിരുന്നത്. ഇതാണ് ഷെഡ്. ഞങ്ങൾ പുതിയ വീട്ടിലോട്ട് മാറുന്നത് ഇവിടെയാണ്. ഞങ്ങൾ 4 പേരും കഴിഞ്ഞിരുന്നത്. അവർ ഞങ്ങളെ കാണുമ്പോഴൊക്കെ, ഞങ്ങൾ റോഡിലോട്ടൊക്കെ പോകുമ്പോഴും ഞങ്ങളെ കാണുമ്പോൾ അമ്മ എടുത്തായിരുന്നാലും എൻ്റെ അടുത്തായിരുന്നാലും പറഞ്ഞു കൊണ്ട് അടയ്ക്കണം എന്നാണ് അവർ പറയുന്നത്. വെങ്ങാനൂർ സർവീസ് സഹകരണ ബാങ്ക്. ബാങ്കുകാർ ഇപ്പോൾ ഞങ്ങളടുത്ത് പറയണമെന്ന് വെച്ചാൽ നിങ്ങൾ അടച്ചേ പറ്റുള്ളൂ, പലിശയും മുതലും ഉൾപ്പെടെ എല്ലാം അടയ്ക്കണം എന്നാണ് അവരും പറയുന്നത്. ഞങ്ങളുടെ മെയിനായിട്ടുള്ള ആവശ്യമെന്ന് വെച്ചാൽ ഞങ്ങൾക്കിപ്പം ഞങ്ങളുടെ വീട്, അച്ഛനില്ല ഇപ്പോൾ, ഞങ്ങൾക്ക് വീട് മാത്രമേ ഉള്ളൂ. ആ വീട് മാത്രം ഞങ്ങൾക്കൊന്ന് എങ്ങനെയെങ്കിലും ഗവൺമെൻറ്റിൽ നിന്ന് ഒരു സഹായം ഞങ്ങൾക്ക് വേണം വീടിന്. ദുരന്തത്തിൽ എല്ലാം നഷ്ടമായിരിക്കുന്നവരാണ് മഹാരാജിൻ്റെ കുടുംബത്തിലുള്ളവരെ പോലുള്ളവർ. അവർക്ക് നടപ്പാകുമെന്ന് ഉറപ്പുള്ള വാക്കുകൾ മാത്രം നൽകുക. കാരണം മറ്റു വഴിയില്ലാതെ, ഗതിയില്ലാതെ നിൽക്കുന്നവരാണ്. ക്യാമറാമാൻ VS ബിജുവിനൊപ്പം പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.